ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. നല്ല കിടുക്കാച്ച് പ്രൊമോ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത പ്രൊമോ. അതായത് പ്രൊമോയിലേക്ക് നമുക്ക് കടക്കാം. പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ അപ്പാനി ശരത്തും അനുമോളും ആർ ജെ ബിൻസി എല്ലാം ഒരുമിച്ചിരുന്ന് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആർ ജെ ബിൻസി ചോദിക്കുകയാണ്, എടി അനു, നീ എന്തുവാടി ആ അനീഷേട്ടനോട് കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. നീ കയ്യും കലാശും കാണിച്ചിട്ട് ഇച്ചായാന്നും വിളിച്ച് ഹാർട്ട് സിമ്പിളും കാണിച്ചിട്ട് നീ എന്തുവാ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനുമോൾ പറയുകയാണ് അതൊരു തമാശയാന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അപ്പാനി ശരത്തങ്ങ് ഇറങ്ങിയിട്ട് അപ്പാനി ശരത്ത് ചോദിക്കുകയാണ്, അത് നിനക്ക് തമാശയോ? പക്ഷെ പുറത്തുള്ള ജനങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ആർ ജെ ബിൻസി പറയാണ്, നീ കാണിച്ചു കഴിഞ്ഞാൽ അത് തമാശ, ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തോ ആണല്ലേ. അപ്പോഴേക്കും ആദില പറയുന്നുണ്ട്, നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, നീ നോണച്ചി എന്ന് പറയാണ് ആദില. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, ആർ ജെ ബിൻസിക്ക് അപ്പാനി ശരത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് കൈയൊക്കെ ഇങ്ങനെ പിടിക്കാം, അതിനൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അക്ബർ ചോദിക്കുകയാണ്, അതെന്താ കൈ പിടിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, നീ അതിന് വേറെ രീതിയിലാണോ എടുക്കുന്നതെന്ന് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ആർ ജെ ബിൻസി പറയുന്നുണ്ട്, ഞാനിവിടെ ഉള്ളപ്പോഴാണ് നീ ഇമാതിരി ചെറ്റ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ ചപ്പയ്ക്ക്, നിങ്ങൾ രണ്ടുപേരുടെയും ചപ്പയ്ക്ക് അടി കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ. അതായത് സരികയും മറ്റേ അനുമോളും അവിടെ ഇരിപ്പുണ്ട്, അവരെ രണ്ടുപേരെ ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു. ഞാനിവിടെ എങ്ങനെ ഉണ്ടായിരുന്ന സമയത്താണ് ഇമാതിരി ചെറ്റ വർത്താനം പറഞ്ഞെങ്കിൽ നിൻ്റെ ചപ്പയ്ക്ക്, നിങ്ങളുടെ രണ്ടുപേരും ചപ്പയ്ക്ക് തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് നമ്മൾ ആർ ജെ ബിൻസി പറയാണ്. എന്നിട്ട് ആർ ജെ ബിൻസി ഭയങ്കരമായിട്ട് രോഷം കൊണ്ടിട്ട് പറയാണ്, നീ ഇന്ന് ഇവിടെ ഇരിക്കുന്നതേ നിൻ്റെ പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടൊന്നുണ്ടല്ല, നീ പുറത്ത് കൊടുത്തിരിക്കുന്ന പൈസയുടെ ബലത്തിലാണ് നീ ഇവിടെ ഇരിക്കുന്നത്, അല്ലാണ്ട് പ്രേക്ഷക പിന്തുണ കൊണ്ടല്ല നീ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആക്രോശിക്കുകയാണ്. എന്തായാലും പ്രൊമോ നല്ല അടിപൊളിയാണ്, കാണാൻ പറ്റുന്നവർ കാണുക.